ഈ തള്ളയും കുട്ടിയും ഞാനിവിടുന്ന് കൊണ്ടുപോകാനായിട്ട് യാതൊരു ഉദ്ദേശം എനിക്കില്ല. ഇവരങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് എന്നെ വിളിച്ചത്. നിരന്തരം വിളിച്ച് ശല്യം ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം. അപ്പൊ നെയ്മാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് പൂങ്കുന്നം എന്ന് പറയുന്ന എന്താ പറയാ ടൗണിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ്. അവിടെ പോകുന്നത് നമുക്ക് ബാക്കിൽ കാണാം. മെയിൻ റോഡാണ്. ഇതിനോട് ചേർന്ന് നമ്മുടെ കവിതാ ബാർ, പഴയ കവിതാ ബാറിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. പുതിയ ബിൽഡിംഗ് അല്ലേ അത്? പുതിയ ബിൽഡിംഗ് അല്ലേ? കുറച്ച്. അപ്പോ എന്നെ കുറച്ച് നേരത്തെ 1 മണിക്കൂർ മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓഫീസിനകത്ത് മരപ്പെട്ടിയും കുട്ടികളും അല്ലേ, മരപ്പെട്ടിയും ഓഫീസിനകത്ത് ഓഫീസ് ഇവിടെ ഒക്കെ വർക്ക് ചെയ്യാൻ എന്താ പറയാ പണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സംഭവം എന്ന് വെച്ചാല് മരപ്പെട്ടിയും കുഞ്ഞുങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് ഫയർ ബോക്സ് എന്നാണ്. എനിക്ക് ഫയർ ബോക്സ് ഒന്നും പെട്ടെന്ന് മനസ്സിലായില്ല. ഇനി ഓഫീസിന്റെ അകത്തുള്ള എന്തെങ്കിലും ബോക്സ് ആണെന്ന് എനിക്ക് വലിയ ഐഡിയ കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരാം. അപ്പൊ വരുമ്പോഴും എന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഞാൻ എന്റെ പഴയ വീഡിയോസിലൊക്കെ കാണാം. നമ്മുടെ തൃശ്ശൂർ ടൗണില് പഴയ ബിൽഡിങ്ങുകൾ ഒരുപാടുണ്ട്. അതുപോലെ പുതിയ ബിൽഡിങ്ങുകളായും സീലിങ്ങുകളും ഇതുപോലുള്ള ഫയറിന്റെ ഡക്റ്റ്, അതുപോലെ പ്ലംബിങ്ങിന്റെ ഡക്റ്റ്, ഇതിനകത്തൊക്കെ ഒരുപാട് മരപ്പെട്ടികളുടെ എന്താ പറയാ മരപ്പെട്ടികളുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ദിവസം ഒരു 2-3 കേസുകൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരും. സീലിങ്ങിന്റെ ഉള്ളിൽ മരപ്പെട്ടി ശല്യം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാഗ്രൻസ് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി സ്പ്രേയോ അല്ലെങ്കിൽ സാനിറ്റൈസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവര് തനിയെ അവിടുന്ന് ഇറങ്ങി പൊക്കോളും എന്നാണ് പറയാ. മരപ്പെട്ടി എന്ന് പറയുന്നത് സാധാരണ മരപ്പെട്ടി, കള്ളുണ്ണി, പഴവുണ്ണി, അങ്ങനെ കുറെ പേരുകളുണ്ട്. പ്രാദേശികമായിട്ട് കുറെ പേരുകളുണ്ട്. ഏഷ്യൻ ഫാം സിമെന്റ് എന്നാണ് അതിന്റെ പേര്. അപ്പോ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഫയർ ബോക്സ് എന്ന് പറയുന്നത് പുറത്താണ്, ഓഫീസിന്റെ അകത്തല്ലല്ലോ, പുറത്തല്ലോ. അപ്പൊ ഈ സംഭവം ഈ ഒരു പോർഷനിൽ മാത്രം ഇത് ക്ലോസ് ആണ്. ഡോറ് അടഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു മരപ്പെട്ടി, അതിന്റെ ഒരു കുഞ്ഞും കൂടി 1-2 ഗ്രൂപ്പായിട്ടുള്ള പ്രസവിച്ചിട്ട് അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു. ഇതാണ് ഫയറിന്റെ ഡക്റ്റ്. ഇതിന്റെ നേരെ താഴെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. ഒരു കുട്ടികളും ഒരു കുട്ടിയും അതിന്റെ തള്ളയും കൂടെ ഇരിപ്പുണ്ട്. സാധാരണ 2-3 കുട്ടികളൊക്കെ കാണാറുള്ളതാണ്. ഇനിയിപ്പോ അടുത്ത് ഇനി പ്രസവിക്കാൻ കിടക്കുന്നുണ്ടോന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും അപ്പൊ മിക്കവാറും ഈ ഡോറ് ഒന്ന് എടുക്കുന്നുണ്ടായിരുന്നിരിക്കാം. അല്ലാതെ ഇതിനകത്തേക്ക് പോയി, കാരണം മുകളിലും ക്ലോക്ക് കാണും, താഴെയും ക്ലോക്ക് കാണും. ഇതിനകത്തേക്ക് കിടക്കാനായിട്ട് വേറൊരു വഴിയില്ല. അപ്പൊ ഈ ഒരു ഡോർ എപ്പോഴെങ്കിലും തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ഇതിനകത്തേക്ക് വന്ന് പെട്ടതായിരിക്കുള്ളൂ. അതിന് ശേഷം ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോ ഈ തള്ളയും കുട്ടിയും ഞാനിവിടുന്ന് കൊണ്ടുപോകാനായിട്ട് യാതൊരു ഉദ്ദേശം എനിക്കില്ല. ഇവരങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് എന്നെ വിളിച്ചത്. ഞാനവിടെ ചെന്ന് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അതിനോടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദമാക്കിയിട്ടുണ്ട്. കാരണം ടൗണിൽ ഒരുവിധം എല്ലാ ബിൽഡിങ്ങുകളിലും ഒരു മരപ്പടിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ തനിയെ അവിടുന്ന് ഒഴിഞ്ഞ് മാറി പോവുക. കാരണം ഇത് ഫുൾ ടൈം ഇത് ക്ലോസ് ആണെങ്കിൽ അതിനുള്ളിൽ ഒന്നും കിട്ടാതെ എത്തുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വേറെ പുറത്തേക്ക് പോകാൻ യാതൊരു ഗ്യാസ് ഞാൻ വീട്ടിൽ കണ്ടില്ല. അപ്പോ വൈകുന്നേരം ആകുമ്പോ മാത്രം ഒരു രാവിലെ അല്ല വൈകിട്ട് 7 മണി 8 മണി സമയത്ത് ഒന്ന് ജസ്റ്റ് തന്നെ തുറന്നു നോക്കിയ തനിയെ കുഞ്ഞിനെ അടുത്ത് കയറി പൊക്കോളും, വേറെ എവിടെയെങ്കിലും സെറ്റിലായി പോകും. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഇപ്പൊ ഞാൻ ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പോ എന്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ ബിൽഡിങ്ങുകളിലും അല്ലെങ്കിൽ വീടുകളിൽ പഴയ ഓടിട്ട വീടുകളിലും സീലിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി ഞാൻ പറയാറുള്ളത് സീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇതുപോലുള്ള ചെറിയൊരു ഗ്യാപ്പ് മതി ഇവരുടെ അകത്തേക്ക് കിടക്കാനായിട്ട്. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ എന്താ പറയാ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെ ഒരു സ്പേസ് അവർ അഡാപ്റ്റ് ചെയ്യും. ഭക്ഷണം കഴിക്കാനൊക്കെ രാത്രി ഇറങ്ങി പോകും. ഹൈലി നോക്കിയാണ്, രാത്രി ഇഞ്ചരന്മാരാണ്. രാത്രി മാത്രമാണ് ഇവര് പുറത്തിറങ്ങുള്ളൂ. ഫ്രൂട്ട്സും അതുപോലെയുള്ള സാധനങ്ങളാണ് പ്രധാനം. അപ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ ഇപ്പൊ ഞാൻ പരമാവധി തന്നെ വിളിക്കുന്നവരോട് പറയും, ലൈറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തനിയെ പോകാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർ തനിയെ പേര് പൊക്കോളും. അപ്പോ എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് സ്ഥാപനങ്ങളിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലൈറ്റ് ഇട്ട് വയ്ക്കുകയോ, സീലിംഗിലാണെങ്കിൽ ഒരു ലൈറ്റ് ഇട്ട് നല്ല ഒരു വെളിച്ചമുള്ള ബൾബ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഫ്രാഗ്രൻസ് അതിൽ സ്പ്രേ ചെയ്യുക. തനിയെ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളും. എന്താ പറയാ, ഇത് ഇറങ്ങിപ്പോയതിന് ശേഷം നിങ്ങൾ ഈ സീലിംഗുകളിലേക്ക് ഉള്ളിലേക്ക് ആക്സസ് ഉള്ള ഗ്യാപ്പുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അടയ്ക്കുക എന്നുള്ളതാണ്. അത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. വീഡിയോ എടുക്കാനായിട്ട് യാതൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ഞാനോട് മാത്രമാണ് വീഡിയോ എടുത്തത്.
കാരണം എന്നെ രാവിലെ വിളിച്ചപ്പോ എന്നെ എന്തെങ്കിലും ഇട്ട് കൊണ്ടുപോകാം. അതിന്റെ ഇടയിൽ എനിക്ക് പൂങ്ങുന്നത്തൊരു വീടിനകത്തൊരു ചേര അടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേരയായിരുന്നു വീടിനകത്തായിരുന്നു, ബെഡ്റൂമിനകത്തായിരുന്നു. അപ്പൊ അതിനെടുത്തുകൊണ്ടിരിക്കല് എന്നെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം. അപ്പൊ എന്തായാലും എല്ലാം ശ്രദ്ധിക്കാം. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാര്യം വളരെ വിശദമായിട്ട് മനസ്സിലാക്കി തന്നു എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ മൈൻഡ് ഒക്കെ അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് വീഡിയോ സൈനിങ്.